ഹായ് വെൽക്കം ബാക്ക്. വി ആർ ലവ് ടു പോലീസുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ത് താക്കത്തോ സാധകോ? നമുക്ക് നന്നായിട്ട് എടുക്കാം. എവിടേക്ക് പോണേ? രാവിലെ തന്നെ എനിക്ക് വാട്സപ്പ് മെസ്സേജ് വന്നു. ഞാൻ ഇവിടെ വന്നാല് വീട്ടില് വന്നാല് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് ഒന്ന് സെറ്റ് ആയി വരുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിന്നൊക്കെ മെസ്സേജ് വരും, വരുന്നില്ലേ. ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഞാൻ വാട്സപ്പ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് വന്നു കേട്ടോ, ചേച്ചി എവിടെയാ എപ്പോഴാ വീട്ടിലോട്ട് വരുന്നേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്റെ അനിയത്തിയാണ്, എന്റെ ചിറ്റയുടെ മോള്, ചിറ്റയെന്ന് പറയാം കേട്ടോ, ഞാൻ ചേച്ചി തന്നെ വിളിക്കുന്നതായാലും ചിറ്റയാണ് യഥാർത്ഥത്തില്. അപ്പം അവളോട് ചോദിച്ചു എവിടെയാ, ഞങ്ങൾ ഇവിടെ എല്ലാം സെറ്റാക്കി കാപ്പിയൊക്കെ കുടിക്കാണ്, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുവാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ തുണി അലക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി ഇപ്പൊ വരാവേ. അപ്പൊ ചായ ഇങ്ങനെ എടുത്ത് കുടിക്കുന്ന സമയത്ത് നമ്മൾ കുടിക്കില്ലേ എല്ലാം ഓർഡർ റെഡി ആക്കി വെച്ചിട്ടുണ്ട്, വേഗം ഇറങ്ങാൻ തന്നെ ഞങ്ങൾ പെട്ടെന്നൊന്ന് ഫ്രഷ് ആയി നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. ഇടുക്കിയിൽ വന്നിട്ട് അവിടെ പോവാണ്ടെങ്ങാണ് നമ്മൾ പോവാന്നൊരു പ്ലാൻ ചെയ്താൽ അതവർ മണത്തറി. പിന്നെ നമ്മുടെ എരിഞ്ഞ കാലൊക്കെ തന്നെ വിളിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പോയേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ 3 പേരും റെഡി ആയിട്ട് നിൽക്കാണ്, ഇറങ്ങാനായിട്ട് നിൽക്കാണ്. പോവല്ല ഞാൻ ചിറ്റമാരെടുത്ത് ഞങ്ങള് വേണ്ടല്ല ഞങ്ങള് നോക്കാറില്ല, എടുക്കാറില്ല, മാറിക്കും ഞങ്ങൾ മാറിന്നോ. എന്നിട്ട് ഒറ്റയ്ക്ക് പോക്കോ ബസ്സിന് കയറി എന്ത് ചെയ്തിട്ട് മരുവേണ്ടേ. ശരി ഗൈസ്, ഞങ്ങള് പോയിട്ട് വരാം. കുറെ നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നല്ലോ അത് പൊക്കണേ. അതെ, രണ്ടനക്ക് അവിടെ തന്നെ വെച്ചേക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് അവിടെ തന്നെ വെച്ചേക്കാം. ദേ മയിൽ വാഹനം, ദേ നമ്മുടെ റംബൂട്ടാൻ, ദംബൂത്താൻ. മോള് വള്ളിച്ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഓടിച്ചതാണ് കേട്ടോ. നല്ല ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ഓടിച്ചതാ. ഇതെന്താ ഇതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്? റംബൂട്ടാൻ എടുത്ത് വണ്ടി വെച്ചിട്ടില്ലേ? അയ്യോ ആള് ചമ്മി ഗൈസ്. ഇത് കൈ പിടിക്കുന്നുണ്ടോ? പിടിക്കുന്നുണ്ടെ പിടിച്ചോ. അമ്മ പോയിച്ചു വരാവേ. അമ്മ കിടന്നുറങ്ങും കേട്ടോ. ഞാൻ വണ്ടി ലോക്ക് ചെയ്ത് കഥടച്ച് ചെരുപ്പിട്ടില്ലേ? ചെരുപ്പിട്. ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ, വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. തുണിയൊക്കെ ഉണക്കേണ്ടവർക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഉണക്കാം കേട്ടോ. അമ്മ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഭയങ്കര മഴയും കാര്യങ്ങളും അളിഞ്ഞു ഒളിഞ്ഞ് കിടക്കാറുണ്ട്. ഭാഗ്യവശാൽ നമ്മൾ വന്നപ്പം വെയിലാണ്. ജാനിക്കുട്ടി ഇവിടെ നിന്ന് ചെരുപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ഇടാം, അങ്ങനെ ഇട്ട് പഠിക്കണമല്ലോ, സ്കൂളിലൊക്കെ പോകുന്നതല്ലേ, ഒറ്റയ്ക്ക് ഇടാൻ പറഞ്ഞു കേട്ടോ. അല്ല എല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം കൈസ്. പിച്ചു വണ്ടിയൊക്കെ ഇറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഹിയനെ കൊണ്ടുപോകാത്തതേ അവിടെ ചിലപ്പോൾ എന്താ പറയാ ചെടികളാണ് കേട്ടോ, 2 സൈഡിലും ചെടികൾ. അപ്പോൾ ചിലപ്പോൾ അതിപ്പോൾ വളർന്ന് നിൽക്കുകയായിരിക്കും, അവരുടെ വീട്ടിലോട്ട് ഇറങ്ങി പോകുന്നിടത്ത്. അപ്പോൾ ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 സൈഡും പൂറും. ഇതൊക്കെ ചെളിയാണ് കേട്ടോ, അതുകൊണ്ട് ഡിയോ കൊണ്ടുവന്ന് വിചാരിച്ചു. ബാ മതി സെറ്റ്. എന്നാ ജീബൂമ്പ, ചിറ്റമാര ജീബൂമ്പ വെച്ച് നമുക്ക് ഓടിക്കാം, വീട്ടിൽ നിന്ന് തന്നെ ഓടിക്കാം. കുട്ടിച്ചാത്തനാക്കാം. ചെല്ലി പോയി കയറി, ഇനി അച്ഛോ ഓടിക്കും നമ്മളെ. അങ്ങനെ ബേക്കറിയിലെത്തി കേട്ടോ. ഇവിടെ മേരികുളത്തുള്ള ബേക്കറിയിലാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും കുറച്ച് ചിപ്സ് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നേരെ അമ്മൂനെയും മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ പതുക്കെ വരാം കൊച്ചേ, നിങ്ങൾ കയറിക്കോ എന്ന് പറഞ്ഞു. അമ്മേ, ഇവിടെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ, ഉണക്കമീൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പുറത്ത് ഉണക്കമീൻ്റെ കടയുണ്ട്, അപ്പം അതിൻ്റെ സ്മെല്ലുണ്ട്. നോക്കിയ നോക്കൂ, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. തുടങ്ങിയ എന്തിനാണ് ചുളുവിലടിച്ചത്? സാധനം ചുളുവിലടിച്ചത് ക്യാൻഡിയോ? എടുത്തോ? അല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആശാന് വേണം എന്തായാലും. ആശാന് എന്തെങ്കിലും മേടിച്ചോട്ടെങ്കിൽ ആശാൻ പിന്നെ വൈകണ്ട. തട്ട്
സ്കൂളിലൊക്കെ പോയി ഒരു തീറ്റയായില്ല. സ്കൂളിലൊക്കെ പോയിട്ട് എന്നാ വിശേഷം? മേടിക്കുന്ന കണ്ടത് അത് എങ്ങനെയുണ്ട്? ഞാൻ പാറ ചേച്ചിക്ക് 2 ചേച്ചിമാർക്കൊന്നും തന്നില്ല. ചക്കയുടെ ഉള്ളിൽ കിടക്കുന്ന വിച്ച് കരയോ? വിച്ച് അവിടുന്ന് വേണ്ടാന്നോ? ചക്ക തിന്നേണ്ടി വരും, ചക്ക തിന്നേണ്ടി വരും. തൃശ്ശൂരിനെ വായി പിടിച്ചോണ്ടോ അതെ കറക്റ്റ്. ചക്കയും ചിക്കനുമാണ് കേട്ടോ കഴിക്കാൻ. ഓ എന്റെ അമ്മു, ഇനി വേറെ ഒന്നും തിന്നല്ലേ? ചിരിയും കൂടെ എടുക്കട്ടെ. ചക്കക്ക് ഇമ്മാതിരി പ്രാന്താ എന്റെ അമ്മു. അത് നിന്റെ വീട്ടിൽ ചെന്നാ നീ അവിടുത്തെ നിന്റെ വീടാ? അത് നിന്റെ വീടല്ലേ? നിന്റെ വീടല്ലേ? ആ നിന്റെ വീട്ടിൽ ചെന്നാലെന്നൊക്കെ. ആ നിന്റെ വീട്ടിൽ ചെന്നാലെന്നൊക്കെ. അവിടെ ഈ ചക്ക ഇട്ടതും കൊണ്ടുവന്നതും ഒക്കെ അമ്മുവാണ്. എന്നിട്ട് അവിടത്തെ എനിക്കൊരു പ്രസൻസ് പോലും ഇല്ല. എന്നിട്ട് എന്റെ നേരില് പോലെ ആ വീട്ടില് പതിയല്ല, അമ്മുവിന്റെ ആണ് പതിയണേ. എന്നിട്ട് നിന്റെ വീട് മേലാൽ അങ്ങനെ പറഞ്ഞു. അല്ല നമ്മുടെ അവിടെ ചക്ക ഉണ്ടാക്കുമ്പോ വിച്ചു ഇങ്ങനെ ആക്രമണത്തോടെ ഇരുന്ന് കഴിക്കുന്നതാണ്. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. മറ്റേ മുളക് ഇഞ്ചൊക്കെ ഇടിച്ചിട്ടാ ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് കഴിക്കാം. ആ ഞാൻ കഴിച്ചോളാം, കുഴപ്പമില്ല. ഒരു ലോഡർ കൊണ്ടിട്ടാണ്. കണ്ണ് വെക്കല്ലേടാ. ആ മതി ചേച്ചി, ഞാൻ ഇത് കഴിഞ്ഞിട്ടെടുത്തോളാം. അത് കഴിഞ്ഞിട്ടെടുത്തോളാം. ചക്കയ്ക്ക് എനിക്ക് വലിയ പ്രാന്തില്ല. ഇച്ചിരി അലർജി ആയി വക സാധനങ്ങളൊക്കെ. ഞങ്ങൾ കഴിക്കുന്ന ചക്ക എങ്ങനെയാണ്? അതെ, നല്ല ചിക്കനൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ആ വീലിന്റെ മണം അല്ലേ? നശിപ്പിച്ച് അല്ലേ? അല്ലേ? മോനെ ആ ചക്കപ്പുഴുക്കല്ല ഈ ചക്കപ്പുഴുക്ക്, രണ്ടും വ്യത്യാസമുണ്ട്. ഇത് ഇടുക്കിക്കാരുടെ ചക്കപ്പുഴുക്ക്, അത് ഉടായിപ്പ് പ്രയോഗത്തിന് നമ്മൾ ഇനിയില്ല. വിച്ചു കഴിക്കാൻ പോട്ടെ. ചക്കപ്പുഴുക്ക് വിച്ചു അങ്ങനെ കഴിച്ചിട്ടില്ല എന്നാണ്. കഴിച്ചു നോക്കട്ടെ. ശൂനന്തിയൊക്കെ അവിടെ സ്റ്റക്കായിട്ടിരിപ്പുണ്ട് കേട്ടോ ചിറ്റാരോടെ. വിച്ചു കൊറേ നേരം ഞാൻ നോക്കിയിരിക്കുന്നത്, ഒരു ക്ഷമ കാണുന്നുണ്ട് കേട്ടോ. വിച്ചുവിന്റെ എക്സ്പ്രഷൻ ഒന്ന് കാണാൻ വേണ്ടിട്ടാ. നല്ലതാണോ? എനിക്കിഷ്ടം കേട്ടോ. ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് കഴിച്ച്. ഇനി വീഡിയോ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാട്ടോ. വിച്ച് ഇന്ന് പറഞ്ഞ മേടിച്ചിട്ടേ പോവുള്ളൂ. മഴയൊക്കെ കേട്ടോ. നമ്മള് വന്നപ്പോഴത്തേക്ക് ചെറിയ തോതിൽ, വലിയൊരു മഴയൊന്നല്ല, ചെറിയ തോതിൽ ചാറിക്കൊണ്ടിരിക്കുക. ഇവരിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനോ ഒക്കെ മല്ലി പിടിക്കുന്നുണ്ട്. ഞാനത് കൊള്ളേണ്ടി വരും. ലോക്കൽ കേടിപ്പിള്ളേര് ഇന്ന് വൈകുന്നേരം വരെ സമയം പോവാറ്. മഴ തോർന്നിട്ട് വേണം പോവാറുണ്ട്. മഴയല്ല, കാറ്റ് മാത്രമേ. നല്ല കാറ്റല്ലേ ഫുള്ള്. പിന്നെ ഏലമായത് കൊണ്ട് നല്ല രസമാണ് ഗൈസ് കാണാൻ. ഇതിനകത്ത് കൂണ് കിട്ടത്തില്ല. എടിയുടെ കൂണ് കിട്ടത്തില്ല അല്ലേ? ആണല്ലേ. ഇന്നലെ ഞങ്ങളുടെ അവിടെ ഒരു പറമ്പിൽ കൂൺ നിൽക്കുന്നുണ്ടോ, പക്ഷെ പറിച്ചില്ല. ചേട്ടനും എത്തി കേട്ടോ. ചേട്ടനോട് വിച്ചോടെ നോർത്താനൊക്കെ പറയാണേ. ആള് വരട്ടെ. കൊണ്ട് തന്നിട്ട് ചേട്ടൻ ഇത് പിടിച്ചോന്നൊക്കെ തന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എന്തോ കാര്യമായിട്ടുണ്ട്. കനത്തിലായിട്ട് എന്തോ ഉണ്ടെന്നുണ്ടേ. അമ്മ ഇത് എന്തോരാ എന്നെ കണ്ടിട്ട് തോന്നിയോ? ഫുള്ള് കടികളാണ് ഗൈസ്. കഴിച്ചോളൂ. കുമ്പളപ്പം കാശ് കൊടുത്ത് മേടിച്ചിട്ട് വന്നിരിക്കുന്നത്. കൊറേ നാളെ ഈ വർഷം കഴിച്ചില്ലല്ലോ നമ്മള്. കണ്ടോ? കണ്ടുപടി. അല്ല ചേട്ടനെ കൊണ്ട് തന്നപ്പോഴേ എനിക്ക് സന്തോഷമായി. പണ്ട് പപ്പായൊക്കെ ഇങ്ങനെ ഇങ്ങനെ കണ്ടതല്ലേ. ചേട്ടനാ കണക്കിന്ന പിടിച്ചോ അങ്ങനെ കൊടുത്തത്. അയ്യോ കണ്ട സൂക്ഷിച്ചാക്കട്ടെ.
ചിറ്റന്മാരുടെ ഒക്കെ എടുത്തു വന്നു കഴിഞ്ഞാൽ ജാനിക്കുട്ടീനെ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആൾ അവരുടെ കൂടെ കമ്പനി അടിച്ചങ്ങ് പൊയ്ക്കോളും. അത് ഇവളുമാരുടെ ആയാലും ചിപ്പിയുടെ ആയാലും നിതിമോളുടെ ആയാലും എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ പുള്ളിക്കാരത്തി. പിന്നെ ഡാൻസായി ബഹളമായി ഭയങ്കര പരിപാടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. ഒരു സ്റ്റെപ്പൊക്കെ അറിയുള്ളെങ്കിൽ ആ സ്റ്റെപ്പ് വെച്ച് ആശാൻ തകർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എന്തോ വീഡിയോസും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ഇടാനായിട്ടൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. അവർ കുറേ എടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ ആൾ കളിച്ചിട്ടും മതിയാവാണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കൊച്ചു ബാഗും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരുമായിരുന്നേ. അവൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത് തൊടുപുഴയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അവൾ മേടിച്ച സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ചേട്ടനും ചേച്ചിയും കൂടെ അടുക്കളയിൽ തകൃതിയായിട്ട് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ചക്ക വറുത്ത് തരികയാണ് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ചേച്ചിയാണെങ്കിൽ അവിയൽ വയ്ക്കാനായിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയായിരുന്നു. ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല കൈ. ചേട്ടൻ ഞാൻ വരാൻ നോക്കിയിരുന്നു തോന്നുന്നു. എന്നെ കണ്ടപ്പോൾ ചേട്ടൻ ഇതെല്ലാം പിന്നെ നാളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചക്കയൊക്കെ തോന്നു ആള് തന്നെ അരിഞ്ഞ് ആള് തന്നെ വറുത്ത് ആള് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു മെനില്ലാത്ത ഫോട്ടോ പിച്ചുവിൻ്റെ കൊച്ച് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്താണേ. എനിക്ക് ഞങ്ങൾ സ്നേഹിച്ച നിയമം ഒരു വർഷം കണ്ട് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പിന്നെ കണ്ടത്. അപ്പം ഈ ഫോട്ടോയാണ് എനിക്ക് കാണാൻ വേണ്ടി ആളയച്ചത്. അന്ന് ഞാൻ അറിഞ്ഞില്ല. അതെ, മോനെടുത്ത ഫോട്ടോ ആയിരുന്നു അന്ന്, കൊച്ചെടുത്ത ഫോട്ടോ ആയിരുന്നു. അപ്പൊ ആ ഫോട്ടോ ആയിരുന്നു എനിക്ക് അയച്ചു തന്നിരുന്നത്. അതെ, ഇത് നടന്നു ഇനി ഈ കുടുംബത്തിൽ നടക്കരുത്. നടക്കുന്നുണ്ടോ വെച്ചു? എവിടുന്ന് പോയാലും വെച്ചൂരിട്ട് റെഡി ഉറപ്പാ. ഒന്ന് ഇങ്ങനെ തോണ്ടും അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ അടിക്കും. വെറുതെ നിന്നാക്കട്ടെ റെഡി. വെറുതെ അല്ല നിനക്കിട്ട് കിട്ടുന്നത് വെച്ചു. മഴയാണ് കഴിച്ച് ഞങ്ങക്ക് പോവാൻ പറ്റിട്ടില്ല കേട്ടോ. വണ്ടിയൊക്കെ നനയാണ്ട് അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ ഓരോന്നോ തന്നോണ്ടിരിക്കുക കഴിക്കാൻ വേണ്ടി. വിച്ചു ഇവിടെ അരമണിക്കൂറായിട്ട് പോവാന്ന് തന്നിട്ട് അവിടെ അനങ്ങുന്നില്ല കേട്ടോ. പോവാ പക്ഷെ അനങ്ങൂല. ഞാൻ കൂട്ടിട്ടുണ്ട്. ചേട്ടനും ചേച്ചിയും അടുക്കള തകൃതിയായിട്ട് ഭയങ്കര പരിപാടി. അപമാനിച്ചു നമ്മളെ നാടിനെ. കോട്ടിക്കടി തലകെട്ട് ഒരെണ്ണം ഇച്ചിരി പഞ്ഞു കിട്ടും. ഇടുക്കി നല്ലൊരു ഇടുക്കല്ലേ, ഇടുക്കിയായിട്ടുള്ള ഇടുക്കി വേറെ ഇല്ല. നല്ലൊരു ഇടുക്കി അവളെന്നോട് കുറച്ച് മന്ത്രിക്ക ചേച്ചി എങ്ങനെ ഇതിനെ സഹിക്കുന്നു. അത് വേണോ? എന്ത് അതേ കൊച്ച്? എന്റെ കയ്യിൽ അന്നൊരു മഞ്ഞ ഡിയോ ഉണ്ടായിരുന്നു. ആ മഞ്ഞ ഡിയോടെ ബാക്കിൽ ആ കൊച്ചിക്ക് പിന്നെ കണ്ടത് ഈ ഒരു രൂപം. എനിക്കറിയില്ല എന്തിനാ ചുമ്മാ അങ്ങ് തള്ളി പറിക്കുവാ. സിംഗിൾ ലൈഫ് പാടത്ത് കൊക്ക് നിൽക്കണ പോലെ നിന്ന് പറന്ന് പോയിരുന്നു. സമ്മതിച്ച് ആയിക്കോട്ടെ. വെയില് മഴ രണ്ട് കാലാവസ്ഥയും കൂടെ മിക്സ് ആയി വന്നോണ്ടിരിക്കുക കേട്ടോ. ആരെ സഹിക്കുന്നത്? ചെന്നപ്പോ തൊട്ടുള്ള ഫുഡ് കഴിപ്പാണ് ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ. ചക്കയും ചിക്കനും ഫസ്റ്റ് കഴിച്ചു. അതൊന്ന് ദഹിക്കുന്നതിന് മുമ്പായിട്ട് ചേച്ചി ചോറ് വിളമ്പിക്കൊണ്ട് വെച്ചേ. ഇത് കാണുമ്പോൾ എനിക്ക് പെടാൻ നമ്മുടെ സിന്ധുവമ്മായിനെ കേട്ടോ ഓർമ്മ വന്നു. സിന്ധുവമ്മായും ചേച്ചിനെ പോണക്കാണ് കഴിപ്പിക്കാൻ ഇവരെ രണ്ടുപേരും കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫാമിലിയില്. അപ്പൊ ഗായ്സ് നമ്മൾ കണ്ട് ഇറങ്ങാൻ വേണ്ടി പോവാ കേട്ടോ. അവരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട്. 2 ഫോട്ടോയും കൂടെ എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഞങ്ങളിത് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കിച്ചോളാം കേട്ടോ. അച്ഛനും മോളും കൂടെ എന്തിട്ടാ പരിപാടി? ഞങ്ങൾ പോയേച്ചൊക്കെ വന്നു കേട്ടോ. ആ ചേട്ടൻ വാങ്ങി തന്ന ആ ബേക്കറി സാധനങ്ങളെല്ലാം അതേപടി തന്നെ തന്നു കേട്ടോ. ഇന്നാ ജാനിക്കുട്ടിയുടെ പൈസ വെല്ലിച്ചൻ കൊടുത്താണ് കേട്ടോ. ജാനിക്കുട്ടിക്ക് ജീൻസ് മേടിക്കാൻ വെല്ലിച്ചനെ തന്നെ അവിടുത്തെ
പിന്നാലെ വന്ന് അത് വെള്ളിച്ചൻ തന്നതാ. ആ എൻ്റെ അമ്മയുടെ കൊടുത്ത മോക്ക് തരാൻ പറഞ്ഞോണ്ട്, കൊച്ചിന് കൊടുക്കാൻ പറഞ്ഞോണ്ട് ജീൻസ് മേടിച്ചോളാൻ. വിച്ചു തിന്നുന്നോണ്ടാണോ മിണ്ടാണ്ടിരിക്കുന്നേ? നല്ലതാണോ? നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? എനിക്കിപ്പൊ വേണ്ട, ഞാൻ എന്റെ കഴുത്തിന്റെ അവിടെ നിറഞ്ഞിരിക്കും കേട്ടോ. സൂപ്പർ. സിന്ധു അമ്മയോട് പോയി വർത്താനം പറഞ്ഞിട്ട് വാ. ആ നിങ്ങൾക്ക് വേണോ? ഞാൻ തരാം. എന്റെ പൊന്നെ കഴുത്തിന്റെ അവിടെ നിറഞ്ഞു ഫുഡ് കഴിച്ചു. ചിക്കനും കഴിച്ചു. കുറച്ച് നേരം വർത്താനം പറഞ്ഞു ഫുഡും കൊണ്ടുവന്നു. ചോറ്, അവിയല്, ചിക്കൻ, മീൻ വറുത്തത്, പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ചേട്ടൻ ചക്ക വറുത്ത് തന്നു. എല്ലാം കഴിച്ച് ഞങ്ങൾ പോകുന്നു. ഇനി എവിടെങ്കിലും ഒന്ന് കിടന്നൊരു ഉഷാറോ? ഞാൻ വിചാരിച്ചില്ല. ജസ്റ്റ് പോയി ഫുഡ് കഴിച്ച് മറ്റേ അവര് വിളിച്ച് ഓക്കെ കഴിച്ച് പോരാം. ഓക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോരാന്ന് വിചാരിച്ചു. ഫുഡ് എടുക്കുന്നില്ല പ്ലാൻ ഉണ്ടായില്ല. കാര്യം നമ്മൾ ഇത്രയും ഒരു നേരം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അപ്പൊ അടുത്തത് കഴിക്കാം എന്നുള്ള ഒരു പ്ലാൻ നമുക്കില്ലല്ലോ. ഇപ്പൊ എന്റെ വെച്ചിന്റെ ഒക്കെ ഒരു ക്ഷീണം ഉണ്ടാവും വർത്താനത്തിൽ. അത് ഫുഡ് കഴിച്ച് തൊണ്ട വരെ നിറഞ്ഞിരിക്കുന്നതിന്റെ ക്ഷീണമാണ്. ഇനി ഇനി എവിടെയെങ്കിലും ഒന്ന് കിടന്നാല് ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത ഫുഡ് കയറിയിട്ട്. ഓ ശരി, അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. സഞ്ചിയൊക്കെ തൂക്കി പിടിച്ച ചക്കപ്പഴം. ഇതെന്താ ഷർട്ടുമ്മ കളറായോ? കുങ്കുമോ? കുങ്കുമായിരിക്കും. കുങ്കുമോ എന്തെങ്കിലും ആയിരിക്കും. നല്ല ഒരു തണുപ്പൊക്കെ അല്ലേ? മഴ പെയ്തിട്ടാന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഓൾറെഡി ജലദോഷമാണ്. ഇപ്പൊ തലക്കെട്ട് അടിയും കിട്ടിയ പിന്നെ ചൂന ഊഞ്ഞാലാടായിരുന്നു. അതിന്റെ അത് വന്ന് തലമുറ കൊള്ളു. ഞാൻ വാവിട്ട് കലവിളിച്ചു. ഇച്ചു പേടിച്ചോ എന്റെ കറച്ചിൽ ഓടിക്കോ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. തിരുമിതല്ല കൊച്ചിനോട് ഓടി വെച്ചോട്ടെ അടി വീഴുന്നു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറയാല്ല. തെറ്റ് കണ്ടാൽ മാത്രം ഞാൻ തെറ്റ് കണ്ട കുഞ്ഞടിയെ കൊടുക്കും. നമ്മള് മക്കളായാലും ഒന്നോ അല്ലെങ്കിൽ ഒലക്കി കടിക്കണമെന്ന് പറയത്തില്ലേ? തെറ്റ് കണ്ട അപ്പ കൊടുക്കൂട്ടോ. അതിലൊരു ദാക്ഷിണ്യമില്ല. ഇങ്ങനെയാണേ തീരുമാനം. അല്ല വിച്ചു ഇങ്ങനെയാണേ. അമ്മ കണ്ട അമ്മ വഴക്ക് പറയും കേട്ടോ. അമ്മയുടെ ചീത്ത കിട്ടു കേട്ടോ. എല്ലാം അമ്മ അവനൊന്നിനും ചീത്ത പറയില്ല. അവൻ കൊച്ചിനെ സോപ്പ് പിടിച്ചിട്ട് അമ്മ വേണ്ട കേട്ടോ അമ്മടെ കിട്ടും അടി. അങ്ങനെയാണോ നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാര്? അവന്റെ ഭർത്താവ് അങ്ങനെയാട്ടോ. എല്ലാം അമ്മയുടെ ചേട്ടന്റെ നിലത്തൊന്നുള്ള തെങ്ങായാലും ഇതിനകത്ത് കൊണ്ടുപോയി തേങ്ങക്കകത്ത് അറിയൂ കൊച്ചേ. കുമാരിയമ്മയുടെ അടുത്ത് ചെന്നപ്പോ കുമാരിയമ്മ കുളിക്കുന്നു. പപ്പ വന്നിട്ടില്ല. പിള്ളേർ രണ്ടുപേരും ഉണ്ട്. ചേട്ടനും ഇല്ല, സിറ്റിക്ക് പോയി. അപ്പൊ ഞങ്ങൾ പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്. കാരണം കൊച്ചിനെ ഇവിടെ ഇട്ടിട്ടല്ലേ പോയത്. അമ്മ കിടന്നു കാണും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. എനിക്ക് ഈ പ്രാവശ്യം വന്നിട്ട് എന്തോ കണ്ടക്ഷനിയാന്ന് തോന്നുന്നുണ്ട്. വയ്യാട്ടോ. തൊണ്ടയ്ക്ക് വേദന, പനിയില്ല, തൊണ്ടയ്ക്ക് വേദന, ഭയങ്കര തലവേദന, ഇസ്നോഫീലയുടെ ഒരു തുടക്കം, ആകെ ശ്വാസം മുട്ടുന്ന കണക്കൊക്കെ, ഭയങ്കര ഒരു ടയേർഡ്. അപ്പം അതുകൊണ്ട് എനിക്ക് തീരെ പറ്റുന്നില്ല. എനിക്ക് മൂക്കൊക്കെ അടഞ്ഞുപോയി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളെ ചേച്ചിയുടെ അടുത്ത് പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇവിടെ ചിലപ്പോൾ ഈ ജീവികളുടെ ഒക്കെ സൗണ്ട് ഉണ്ടാവേ, അഡ്ജസ്റ്റ് ചെയ്യണേ. നല്ല സന്തോഷമാണല്ലോ. നമ്മുടെ ഇടുക്കിയുടെ സ്പെഷ്യൽ അതാണല്ലോ എല്ലാ കൂടെ. നമ്മുടെ വീട്ടിൽ അല്ലെന്ന് ആ ഒരു സൗണ്ട് കേൾക്കാൻ നല്ലൊരു പ്രത്യേക. അപ്പൊ ഉണ്ടല്ലോ പറഞ്ഞു എന്താ ചേട്ടനെയും ചേച്ചിയുടെ അടുത്ത് പോയി. അവര് ശരിക്കും ഒരു കൂടപ്പറപ്പുകളാണോന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നൊക്കെ ഭയങ്കര സന്തോഷം തോന്നി. കാര്യം കൂടപ്പറപ്പിലും അപ്പുറം എന്നുള്ളൊരു ബന്ധമില്ല. നമ്മുടെ ഒരു അപ്പനമ്മ ആ ഒരു സെറ്റപ്പാണ്. ഇപ്പൊ ചേട്ടൻ എന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ചെറുതൊക്കെ ആയിരുന്നപ്പം എന്തെങ്കിലും വെച്ച് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പം നമ്മൾ കുഞ്ഞുങ്ങളല്ലേ, പപ്പ എൻ്റെ കയ്യിലോട്ട് തരുമായിരുന്നു. പക്ഷെ എനിക്കൊരു മോളുണ്ടായപ്പം എന്ത് സാധനം കൊണ്ടായാലും അവളുടെ കയ്യിലോട്ടേ കൊടുക്കുള്ളൂ. ഇന്ന് അവിടെ അത്രയും പേര് നിന്നിട്ടും ചേട്ടൻ എൻ്റെ കയ്യിൽ കൊണ്ടുവച്ചിട്ട് ഇന്ന് കൊച്ചിനെന്ന് വന്നപ്പോൾ ഞാൻ ഷോക്കുമായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എൻ്റെ അപ്പനെ ചേട്ടനോട് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഒരുപാട് റെസ്പെക്റ്റ് തോന്നി. വിച്ചായാലും എന്ത് സാധനം മേടിച്ചാലും അമ്മയുടെ കയ്യിലെ വീട്ടിൽ കൊടുക്കുള്ളൂ കേസ്. അങ്ങനെ
അത് ശരി. പക്ഷെ എനിക്കത് പരാതി പരിഭവമൊന്നുമില്ല, കാരണം നമ്മളെല്ലാവരും കൂടിയല്ലേ കഴിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മുടെ കയ്യിലോട്ട് നമ്മുടെ വീട്ടിലെ ഒരാള് നമ്മൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ കുട്ടികളാണല്ലോ, അപ്പോൾ കുട്ടികളായി കണ്ടിങ്ങനെ കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അയ്യോ വിച്ചിൻ്റെ ഞാൻ ചുമ്മാ പറഞ്ഞാൽ കേട്ടോ, അത് സന്തോഷമുള്ളൂ. അതൊരു മകൻ എത്രമാത്രം അമ്മേനെ സ്നേഹിക്കുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. എനിക്ക് അതിനൊന്നും ഒരു പരാതിയില്ല, പരിഭവമില്ല. എനിക്ക് സന്തോഷം മാത്രമല്ല, എന്നും ആ ഒരു ഫാമിലി ഞങ്ങൾ അത്രയും പേര്, ഏറ്റവും കൂടുതൽ എനിക്കറിയാം ഞാനാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് എഫോർട്ട് എടുത്ത് അങ്ങനെ തന്നെ നല്ല രീതിയിൽ നിൽക്കാനായിട്ട്, ഹാപ്പി ആയിട്ട് പോകേണ്ട എല്ലാവരും ഒന്നിച്ച് തന്നായിട്ട് കണ്ട് അല്ലേ വെച്ചു. എന്തെന്നും അല്ല അതത്രേ ഉള്ളൂ, അത് അമ്മൂനെ കഴിഞ്ഞിട്ടുള്ളൂ. അതിപ്പോഴും അമ്മ പറയല്ലോ, അതിപ്പോ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അമ്മ എപ്പോഴും പറയുന്ന കാര്യമാണ് ആ ഒരു കാര്യം. അമ്മ ഒരാളുടെ നെടുന്തൂണെന്ന് പറയും. എന്ത് കാര്യം വന്നാലും അമ്മയ്ക്ക് തത്തമ്മ ചേച്ചിനെ വിച്ചുനേക്കാളും കോൺഫിഡൻസ് അമ്മുവാ. അവള് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തോട്ടില്ല എന്ന് പറയും കേട്ടോ. അതിലൊക്കെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ ചുമ്മാ പറഞ്ഞാണ്, ഇനി ആരും അത് അങ്ങനെ എടുക്കണ്ട, ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നമ്മുടെയൊക്കെ അച്ഛന്മാർ നമ്മുടെ കൊണ്ട് തരില്ലേ, ആ ഒരു സെറ്റപ്പ് കണക്ക് എനിക്ക് ഫീലായി, സന്തോഷം തോന്നി. പിന്നെ ജാനിക്കുട്ടിക്ക് ജീൻസ് മേടിക്കണം എന്ന് പറഞ്ഞ് പൈസയൊക്കെ കൊടുത്തു. എൻ്റെ പൊന്നെ ജീൻസ് ഇഷ്ടപ്പെട്ടു, അപ്പം അത് മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പൈസയൊക്കെ കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ ഇന്ന് നല്ല കളർഫുൾ ദിവസമായിരുന്നു. ഫുഡൊന്നും എനിക്ക് ഉച്ചയ്ക്ക് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല, ഓൾറെഡി എൻ്റെ ഇവിടെ വരെ നിറഞ്ഞിരിക്കുന്നു. പിന്നെ ഇച്ചിരി ഇട ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറൊക്കെ കഴിച്ചുള്ളൂ. അതിന് ചെറിയ വഴക്കൊക്കെ കേട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് അപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു കേട്ടോ. കുറച്ച് നേരം പിന്നെ വർത്തമാനം വന്ന് നിൽക്കാൻ സമയം കിട്ടിയില്ല, പെട്ടെന്ന് ഇറങ്ങി. കാര്യം ഇവിടെ വന്നിട്ട് അമ്മയ്ക്ക് ചോറ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയില്ല, പക്ഷെ അമ്മ കഴിച്ചില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടമായെങ്കിൽ വേഗം ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം, ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ.